Welcome to BSc Main Physics, Semester 6, Paper 4, Digital Electronics and Computer Science, 57th lecture. And two programs, two C++ programs are discussed here today. The first program is to check whether a given number is prime or not. The second program is to find the quotient and remainder of a division. Two programs. We continue the C++ programs. The first program is to check whether a given number is prime number or not. The second program is to find the quotient and a remainder of a particular division. So the first program, C++ program to check whether a number is prime or not. So what is prime number? So here, example to check whether an integer entered is a prime number or not using for loop and if-else statement. If-else statement കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം, ആ ഫോർ ലൂപ്പ് വെച്ച് ചെക്ക് ചെയ്യാം ഈ ഗിവൺ നമ്പർ പ്രൈം ആണോ അല്ലയോ എന്നുള്ളത്. ഇപ്പം നമ്മളിവിടെ if-else മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, രണ്ടും കൂടി പഠിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു പ്രോഗ്രാമായിട്ടായിരിക്കും ചോദിക്കുന്നത്. റൈറ്റ് എ പ്രോഗ്രാം എന്നേ പറയുള്ളൂ, അല്ലാതെ ഫോർ ലൂപ്പ് ഉപയോഗിക്കണം അല്ലെങ്കിൽ if-else ഉപയോഗിക്കണം ഇത് പ്രത്യേകം പറയണമെന്നില്ല. അപ്പോൾ if-else വെച്ചുള്ള ഒരു പ്രോഗ്രാം നമുക്ക് പഠിക്കാം. അപ്പോൾ if-else സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമ്മൾ ഒരു ഗിവൺ നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന രീതിയാണ് പറയുന്നത്. എ പോസിറ്റീവ് ഇൻറ്റിജർ വിച്ച് ഈസ് ഓൺലി ഡിവിസിബിൾ ബൈ 1 ആൻഡ് ഇറ്റ് സെൽഫ് ഈസ് നോൺ ആസ് പ്രൈം നമ്പർ. അപ്പോൾ പ്രൈം നമ്പർ നിങ്ങൾക്കറിയാം, ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ്. അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നത് ആ നമ്പർ കൊണ്ടോ അല്ലെങ്കിൽ 1 കൊണ്ടോ മാത്രമായിരിക്കും. ഫോർ എക്സാമ്പിൾ 13 ഈസ് എ പ്രൈം നമ്പർ ബിക്കോസ് it is only divisible by 1 and 13, but 15 is not a prime number because it is divisible by 1, 3, 5 and 15. ഇപ്പോൾ 13 ഒരു പ്രൈം നമ്പറാണ് നമുക്ക് അറിയാം, എന്നാൽ 15 അങ്ങനെയില്ല. കാരണം 15-ന് കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. 13-നാണെങ്കിൽ 1ഉം 13ഉം മാത്രമേ ഉള്ളൂ ഫാക്ടേഴ്സ്. അതുകൊണ്ട് 13 പ്രൈം നമ്പറാണ്, 15 അല്ല. അത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി നമ്മൾ എഴുതുന്നതാണ്. ഇത് പരീക്ഷയ്ക്ക് എഴുതാം. നോട്ട് 0 and 1 ആർ നോട്ട് കൺസിഡർ ആസ് പ്രൈം നമ്പേഴ്സ്. 0യും 1ഉം പ്രൈം നമ്പറായിട്ട് എടുക്കാറില്ല. ഇപ്പോൾ 2 തൊട്ടാണ് നമ്മൾ 2, 3, 5, 7 തുടങ്ങിയവയാണ് പ്രൈം നമ്പേഴ്സ്. 11, 13 പോലെയുള്ളതാണ് പ്രൈം നമ്പേഴ്സ്. A positive integer which is only divisible by 1 and itself is known as prime number. നമ്മൾ പറഞ്ഞല്ലോ 0യും 1ഉം പ്രൈം നമ്പർ അല്ല. അതിപ്പോൾ നമ്മൾ കണ്ടതാണ്. നോട്ട് 0യും 1 ആർ നോട്ട് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഒരു C++ പ്രോഗ്രാം ഗിവൺ നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു C++ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. യൂഷ്വൽ നമുക്ക് ഹെഡർ ഫയലൊക്കെ ആദ്യം പറയേണ്ടി വരും. ഹാഷ് ഇൻക്ലൂഡ് IOStream ലെസ് ദാൻ ഗെറ്റർ സൈനകത്താണ് നമ്മൾ IOStream കൊടുക്കുന്നത്. യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് സെമിക്കോളൻ ഇൻറ്റ് മെയിൻ പാരന്തസിസ് ഓപ്പണിംഗ് ബ്രേസ് ഇൻറ്റ് I, n സെമിക്കോളൻ ബൂൾ ഈസ് പ്രൈം അസൈൻസ് ട്രൂ സെമിക്കോളൻ അല്ലെങ്കിൽ ഈക്വൽ. നമുക്ക് ഈക്വൽ എന്ന് വേണം വായിക്കാം. അത് ഇക്വാലിറ്റി സൂചിപ്പിക്കുന്നതല്ല, അസൈൻസ് ആണ്. ട്രൂ സെമിക്കോളൻ ഔട്ട്പുട്ട് ഫങ്ഷൻ expression operator less than quotation enter a positive integer quotation semicolon cin greater than n semicolon. അപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷനും ഔട്ട്പുട്ട് ഫംഗ്ഷനും നമ്മൾ കൊടുത്തു. പ്രോഗ്രാം കണ്ടിന്യൂസ്. അപ്പോൾ അത് അവിടെ ഒരു കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അത് പിന്നെ // ശേഷം കൊടുത്താൽ മതി. കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് 0 and 1 ആർ നോട്ട് പ്രൈം നമ്പേഴ്സ് ഇഫ് n equal to 0, ടു വെർട്ടിക്കൽ ബാർസ്, n equal to 1 അത് പാരന്തസിലാണ്. ഓപ്പണിംഗ് ബ്രേസ് ഈസ് പ്രൈം ഈക്വൽ ടു ഫാൾസ് സെമിക്കോളൻ ക്ലോസിംഗ് ബ്രേസ് എൽസ് ഓപ്പണിംഗ് ബ്രേസ് 4. ഇവിടെ 4 ഉപയോഗിക്കുന്നു നമ്മൾ. 4
it is in parenthesis I is equal to semicolon I less than or equal to n front slash 2 semicolon plus I parenthesis closed opening brace if parenthesis n percentage 1 equal to 0 parenthesis opening brace is prime equal to false semicolon break സെമിക്കോളൻ ക്ലോസിംഗ് ബ്രേസ് എത്ര ഓപ്പണിംഗ് ബ്രേസ് കൊടുക്കും അത്രയും ക്ലോസിംഗ് ബ്രേസും നമ്മൾ കൊടുക്കേണ്ടി വരും. അഗൈൻ ക്ലോസിംഗ് ബ്രേസ് if parenthesis is prime C out less than n less than quotation is a prime number quotation semicolon else. ഇപ്പോൾ 4 എൽസിനൊന്നും സെമിക്കോളൻ വേണ്ട. C out less than n less than quotation is not a prime number quotation semicolon return 0 semicolon closing brace. ഇതാണ് ഗിവൺ നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ പ്രോഗ്രാം. അപ്പോൾ അത് ഔട്ട്പുട്ട് നമ്മൾ റൺ ചെയ്യുമ്പോൾ കാണിക്കുന്നതാണ്. ഔട്ട്പുട്ട് എൻ്റർ പോസിറ്റീവ് ഇൻറ്റിജർ. ഇപ്പോൾ നമ്മളൊരു 29 എന്നോ വല്ലതും കൊടുക്കുകയാണ്. 29 ഈസ് എ പ്രൈം നമ്പർ എന്ന് കാണിക്കും. This program takes a positive integer from the user and stores it in the variable n. Notice that the Boolean variable is prime is initialized to 0 at the beginning of the program. Since 0 and 1 are not prime numbers, we first check if the input number is one of those numbers or not. If the input number is either 0 or 1, then the value of is prime set to false. Else, the initial value of is prime is left unchanged and the for loop is executed, which takes whether the number entered by the user is perfectly divisible by I or not. അപ്പോൾ അതാണ് പ്രോഗ്രാം. അപ്പോൾ നമ്മളൊരു 29 ചെക്ക് ചെയ്ത് അത് പ്രൈമാണെന്ന് കാണുന്നതാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേറെ ഏത് നമ്പറും ചെക്ക് ചെയ്യാം. റൺ ചെയ്യുമ്പോൾ ചോദിക്കുന്ന നമ്പർ കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളൊരു 15 14 കൊടുത്താൽ നോട്ട് എ പ്രൈം എന്ന് കാണിക്കും. അടുത്ത ഒരു പ്രോഗ്രാം കണ്ടോ. രണ്ടാമത്തെ പ്രോഗ്രാം C++ പ്രോഗ്രാം ടു ഫൈൻഡ് കോഷ്യൻ്റ് ആൻഡ് റിമൈൻഡർ. ഒരു ഡിവിഷൻ്റെ ഒരു ഹരണത്തിൻ്റെ കോഷ്യൻ്റ് ഹരണഫലവും അതുപോലെ അതിൻ്റെ റിമൈൻഡറും കണ്ടുപിടിക്കുന്ന രീതി. റിമൈൻഡർ കേട്ടോ, REMAINDER. In this example, we will learn to find the quotient and remainder of a given dividend and divisor. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഹരണത്തിൻ്റെ ഡിവിഡൻറ്റ് ഡിവിസർ എന്താണ്, അതിൽ നിന്ന് നമ്മൾ കോഷ്യൻ്റ് റിമൈൻഡർ കണ്ടുപിടിക്കാൻ പോവുക. In this program, the user is asked to enter two integers, divisor and dividend, and the quotient and the remainder of their division is computed. അപ്പോൾ നമുക്ക് ഹരിക്കേണ്ട സംഖ്യയും ഏത് സംഖ്യ കൊണ്ട് ഹരിക്കേണ്ട സംഖ്യയും ആ സംഖ്യ ഹരിക്കേണ്ട ഫാക്ടറും അത് രണ്ടും നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നിട്ട് അതിൻ്റെ കോഷ്യൻറ്റും റിമൈൻഡറും നമ്മൾ കണ്ടുപിടിച്ച് തരും ഈ പ്രോഗ്രാമിലൂടെ. To compute quotient and remainder, both divisor and the dividend should be integers. അപ്പോൾ ഇൻറ്റിജർ ആയിട്ടുള്ള സംഖ്യ വേണം കൊടുക്കാനായിട്ട്, ഹരിക്കാനുള്ളതും ഹരിക്കപ്പെടേണ്ടതും. സംഖ്യയും അതിനുള്ള ഫാക്ടർ നമ്മൾ ഭാഗിക്കുന്ന ഫാക്ടറും ഇൻറ്റിജറായിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുകയാണ്. കമ്പ്യൂട്ട് quotient and remainder #include IOStream using namespace standard intimate parenthesis opening brace. ഇതെല്ലാം എപ്പോഴും കോമൺ ആണല്ലോ, നമ്മളെല്ലാ പ്രോഗ്രാമത്തിനും കൊടുക്കും. ഇവിടെ സ്ക്വയർ റൂട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്ത്
മാത്തിൻ്റെ ഹെഡർ ഫയൽ വേണ്ടി വരത്തില്ല. ഇൻഡ് ഡിവിസർ, ഡിവിഡൻഡ്, കോഷ്യൻ്റ്, റിമൈൻഡർ സെമിക്കോളൻ. സി ഔട്ട് ലെസ് താൻ quotation enter dividend quotation semicolon. C in greater than dividend semicolon. C out less than quotation enter divisor quotation semicolon. C in greater than divisor semicolon. Quotient equal to dividend by divisor, അതാണ് quotient semicolon. Remainder equal to dividend percentage operator divisor semicolon. C out less than quotation quotient assigns quotation less than quotient less than end line semicolon. C out less than quotation remainder equal to quotation less than remainder semicolon, return 0 semicolon, closing brace. അപ്പോൾ ഇതിൻ്റെ ഔട്ട്കം എന്താണെന്ന് നോക്കുക. എൻ്റർ ഡിവിഡൻറ്റ് നമ്മൾ 13 കൊടുക്കുകയാണ്. എൻ്റർ ഡിവിസർ ഫാക്ടർ 4 കൊടുക്കുകയാണ്. ഭാഗിക്കുമ്പോൾ കൃത്യം അതിനകത്തൊരു 3 പ്രാവശ്യം അടങ്ങുമില്ല. അപ്പോൾ 3 കോഷ്യൻ്റ് കിട്ടും. റിമൈൻഡർ എത്ര ഉണ്ട്? ബാക്കി സിസ്റ്റം വരുന്നത് എത്ര? 1 വരും. അപ്പോൾ നമുക്ക് കോഷ്യൻ്റ് 3 റിമൈൻഡർ 1 എന്ന് കാണിക്കും. അങ്ങനെ ഏത് സംഖ്യയും നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കോഷ്യൻറ്റും റിമൈൻഡറും കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെയും അതിൻ്റെ ഒരു ചെറിയൊരു ഇല്ലസ്ട്രേഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ പ്രോഗ്രാം മാത്രം എഴുതിയാൽ മതിയായിരിക്കും. ആ ക്വസ്റ്റ്യൻ പ്രോഗ്രാം എഴുതാനായിരിക്കും. എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കൊടുക്കാം. എക്സ്പ്ലനേഷൻ എഴുതുന്നത് എപ്പോഴും നല്ലതാണ്, പഠിക്കുന്നത് നല്ലതാണ്. ഇത് ഡിവിഷൻ ഓപ്പറേറ്റർ ബൈ അത് / computes is a quotient either between float or integer variables. ഫ്ലോട്ട് അല്ലെങ്കിൽ ഇൻറ്റിജർ വേരിയബിൾസ് നമുക്ക് ഉപയോഗിക്കാം. The modulus operator percentage computes the remainder when one integer is divided by another. Modulus operator cannot be used for floating type variables. ഫ്ലോട്ടിങ് ഇപ്പോൾ നമ്മൾ ഈ ദശാംശക്ക് വരികയാണെങ്കിൽ പറ്റത്തില്ല. അല്ലാത്ത കേസിൽ ഇത് ഉപയോഗിക്കുക. And this is the program for finding a quotient and remainder for a division. 2 programs. The next class we continue other programs. That is all. Thank you.